ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് സെബദീ പുത്രന്മാരുടെ അമ്മ, അതായത് യോഹന്നാന്റെയും യാക്കൂബിന്റെയും അമ്മ തങ്ങളുടെ മക്കളെ ഈശോയുടെ വലതുവശത്തും ഇടതുവശത്തും നിർത്തണം എന്ന ഒരു അഭ്യർത്ഥനമായിട്ട് ഈശോയുടെ മക്കളിലേക്ക് വരുന്നതാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്. ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോഴും വായിക്കുമ്പോഴും ആ അമ്മയോട് ചെറിയൊരു അകൽച്ച നമുക്ക് തോന്നാറുണ്ട്. കാരണം തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മക്കൾ രണ്ടുപേരും ദൈവത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മറ്റു ശിഷ്യന്മാരെക്കാൾ ഉപരിയായിട്ട് കുറച്ച് ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ശിഷ്യന്മാർക്കും ഈ അമ്മയോട് ചെറിയൊരു അമർഷം തോന്നുന്നുണ്ട്. അത് ബൈബിളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, ആ അമ്മ ഈശോ കൂടെ തങ്ങളുടെ മക്കൾ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും പ്രിയമുള്ളവർ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാര് മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകണം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, മക്കൾക്ക് UK പോകാൻ പറ്റണം, മക്കൾക്ക് പണം സമ്പാദിക്കാൻ പറ്റണം, സമൃദ്ധി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാര് ധ്യാനത്തിന് പോകുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഉപവസിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നു, ഉടമ്പടി എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വിദേശത്ത് പോകാൻ തടസ്സം മാറണം, മക്കൾക്ക് സമ്പത്ത് ഉണ്ടാകണം, വീട് പണിയാനുള്ള തടസ്സം മാറണം. ഇങ്ങനെ ഒരുപാട് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ടിട്ടുണ്ട് ഈ യാത്രയിലൊക്കെ. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിയേ, മക്കൾക്ക് ഈശോയെ ലഭിക്കണം അല്ലെങ്കിൽ മക്കൾ ഈശോയുടെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ള എത്ര മാതാപിതാക്കന്മാരുണ്ട്? ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ മക്കളെ ഈശോയെ കൊടുത്തുകൊണ്ട് ഈശോയിലേക്ക് അടുപ്പിച്ചുകൊണ്ടാണ് വളർത്തുന്നതെങ്കിൽ ബാക്കിയെല്ലാം അവരുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ അമ്മ ഈശോ പറയാണ്, ഈശോയെ, ദൈവമേ, എന്റെ മക്കളെ ഇടതും വലതും വശത്ത് നിർത്തണേ. കാരണം ഈശോടൊപ്പം ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, ഈശോയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, ഈ ഒരു ദിവസം ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഈ ഒരു വചനഭാഗം ധ്യാനിച്ചതുപോലെയല്ല, മറിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്റെ മകനും അല്ലെങ്കിൽ എന്റെ മക്കളും ഈശ്വര കൂടെ ആയിരിക്കണം, ഈശ്വര കൂടെ ജീവിക്കണം. അവർ വിശുദ്ധിയിൽ വളരണം, നന്മയിൽ വളരണം, പുണ്യങ്ങളിൽ വളരണം. അവർക്ക് പണം മാത്രം പോരാ, ദൈവം വേണം, ദൈവാലയത്തോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ ഒന്ന് ആഗ്രഹിച്ചു നോക്കിയേ. അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയ ധ്യാനത്തിന് പോകുമ്പോഴും അല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം തേടുമ്പോഴും ഈ UK പോകണം, കാനഡയ്ക്ക് പോകണം, അല്ലെങ്കിൽ അവർക്ക് വിസ ലഭിക്കണം എന്നുള്ള നിയോഗങ്ങൾ വെക്കുന്നതിന് പകരം എന്റെ മക്കൾ ദൈവത്തിൽ ആശ്രയിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ദേവാലയത്തോട് ചേർന്ന് നിൽക്കണം എന്ന നിയോഗം വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. തീർച്ചയായിട്ടും പ്രിയമുള്ളവർ ഓർക്കുക, ദൈവമുണ്ടോ? എല്ലാം ഉണ്ടാകും. ദൈവമില്ലയോ? ഒന്നുമില്ല. നമ്മൾ എത്രയെല്ലാം സമൃദ്ധി ജീവിച്ചാലും അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചാലും നല്ല വിദ്യാഭ്യാസം നല്ല ജോലി ഒക്കെ ലഭിച്ചാലും ദൈവമില്ല എങ്കിൽ ഞാൻ പറയും ഒന്നും ഉണ്ടാകത്തില്ല. പണം ഉണ്ടാകാം, പക്ഷെ അതുകൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് സമൃദ്ധി ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് സുരക്ഷിതത്വം ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് സന്തോഷം സമാധാനം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദൈവമുണ്ടോ? ദൈവത്തോട് കൂടെ നിന്നുകൊണ്ടാണ് പണം സമ്പാദിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് കൂടെ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, ദൈവത്തോട് കൂടെ നിന്നുകൊണ്ടാണ് പഠിക്കുന്നതെങ്കിൽ, ദൈവത്തോട് കൂടെ നിന്നുകൊണ്ടാണ് ഈ ലോകത്ത് ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരായിരിക്കുന്ന മേഖലയിൽ ഒരു അനുഗ്രഹമാകാനായിട്ട്, ഒരു നന്മയാകാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ. ഒരുപാട് പണം നേടിയിട്ട് എന്താ കാര്യം? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ രീതികളൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാം. നമ്മുടെ മക്കൾ ഈശ്വര കൂടെ ആയിരിക്കട്ടെ, ഈശ്വര കൂടെ വളരട്ടെ, ഈശ്വര കൂടെ ജോലി ചെയ്യട്ടെ, ഈശ്വര കൂടെ പഠിക്കട്ടെ. അതിനുവേണ്ടി ഇന്നു മുതൽ ഓരോ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുക. ഈ ഒരു നോമ്പ് കാലത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ നിന്നൊക്കെ മക്കൾ മാറി ചിന്തിക്കുകയാണ്, മക്കൾ അകന്നു പോവുകയാണ്, മക്കൾ തിന്മയിലും അല്ലെങ്കിൽ ലഹരിക്കൊക്കെ അടിമയായി കൊണ്ടിരിക്കുകയാണ്, മക്കൾ അശുദ്ധി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, തന്നിഷ്ടത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തേണ്ട സമയമാണ്. മോണിക്ക പുണ്യവതി
തന്റെ മകന്റെ വഴി ശരിയല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ മകന് വേണ്ടി രാപകലില്ലാതെ ദൈവത്തിന് മുമ്പിൽ കരങ്ങളുയർത്തി കണ്ണുനീരൊഴുക്കിയപ്പോൾ ആ മകന് മാനസാന്തരമുണ്ടായി. ആ മകൻ വലിയൊരു വിശുദ്ധനായി മാറി. നമ്മുടെ മക്കളും നമ്മുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നന്മയായി വളരും. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.